ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പശ്ചിമേഷ്യയിലെ യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ്. ഒരു മാസം കൊണ്ട് ട്രംപ് ഇറാനെ അടിക്കുമെന്നാണ് പറയുന്നത്. അല്ല, ഈ ഇറാനെ എന്തിനാണ് അടിക്കുന്നത്? ഏതെങ്കിലും രാജ്യത്തെ കയറി അധിനിവേശം നടത്തിയോ? അതോ മറ്റെന്തെങ്കിലും ഭീകര പ്രവർത്തനങ്ങൾ അവർ ചെയ്തു? ഇപ്പൊ അവര് ന്യായം കണ്ടെത്തുന്നത് അവർ അണുബോംബ് കണ്ടുപിടിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ അണുബോംബ് ഇസ്രായേലിന് നിർമ്മിക്കാം, അതുപോലെ അമേരിക്കയ്ക്ക് നിർമ്മിക്കാം, മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കും നിർമ്മിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഇറാന് മാത്രം അത് നിർമ്മിക്കുവാൻ പാടില്ല. എല്ലാവരും ഇവരെ കാലിന്റെ ചുവട്ടിൽ കിടക്കണമെന്നാണ് ട്രംപിന്റെ, അമേരിക്കയുടെ പണ്ടുള്ള നയം തന്നെ അതാണ്. ലോക പോലീസ് ചമഞ്ഞ് മറ്റുള്ളവരെ എല്ലാം വിരട്ടി ഇവരെ കാലിന്റെ ചുവട്ടിൽ നിർത്തണമെന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. ട്രംപ് ആ കൂട്ടത്തിലുള്ളതാണ്. അമേരിക്കയിലെ ഏത് ഭരണാധികാരികൾ വന്നിരുന്നാലും അങ്ങനെ തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവര് ലോക പോലീസ് ചമയുക, അവർ പറയുന്നതനുസരിച്ച് കേൾക്കുക, അത് കേൾക്കാതെ വരുന്ന രാജ്യത്തെ കീഴ്പ്പെടുത്തുക, എന്നിട്ട് അവർ ഏതെങ്കിലും ഒരു പാവ സർക്കാരിനെ അവിടെ വയ്ക്കുക. അതാണ് ഇപ്പൊ നമ്മൾ വെനിസ്വേലയിൽ കണ്ടത്. അതുപോലെ ഇറാനിലെ അവർ തീർക്കാമെന്ന് വിചാരിച്ചു, അതുപോലെയൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളെ കടിക്കാൻ വരുന്ന ഒരു പാമ്പ് അത് പത്തി വിടർത്തി വരുമ്പോഴത്തേക്ക് നമ്മളതിനെ തിരിഞ്ഞ് എതിർക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പാമ്പ് പിന്നെ പെട്ടെന്ന് കുത്താൻ വരില്ല. കാരണം അവനെ ഒന്ന് ഭയക്കും. അതുപോലെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഇറാൻ വെല്ലുവിളിച്ചു, ഒരു ഒട്ടാസെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു അടി, ഒരു തീപ്പൊരി പറഞ്ഞാൽ മതി, അത് യുദ്ധമായി പ്രഖ്യാപിച്ച് തിരിച്ചടിക്കുമെന്നുള്ളതാണ്. അവർക്ക് ആംബ്ലിയർ ഉള്ളതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് തീർക്കുക തന്നെ ചെയ്യും. കാരണം എന്താ, ഇന്ന് അവരെ വെളിയിൽ വിട്ടിരിക്കുന്നത് അവർ കടലിനടിയിൽ തന്നെ ക്രൂസ് മിസൈലുകൾ, അതിൻ്റെ ഒരു ശേഖരം തന്നെ ഉണ്ട്. കാരണം കപ്പലുകളെ തകർക്കാൻ വേണ്ടിയാണ്. അബ്രഹാം ലിങ്കനും അവൻ്റെ മറ്റുള്ള എല്ലാ കപ്പലുകളും തരിപ്പണമാക്കുക തന്നെ ചെയ്യും. അത് ഇറാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. ട്രംപ് ഭയന്നുപോയി. കാരണം കടലിന്റെ അടിയിൽ തന്നെ അവരവരുടെ സജ്ജീകരണങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണാം. ഈ കാണുന്നതെല്ലാം കടലിനടിയിലുള്ള ഓരോ കാഴ്ചകളാണ് ഈ കാണുന്നത്. കടലിനടിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ക്രൂസ് മിസൈലുകൾ അതിശക്തിയുള്ളത്. കാരണം ഇതിന്റെ അടിയിൽ കൂടി വന്ന് തുരന്ന് കയറും. 2-4 പീസ് പൊട്ടി തെറിച്ചു പോകും. അതൊക്കെയാണ് അതിന്റെ ഭീകരമായ രീതിയിൽ. അവര് നേരത്തെ തന്നെ ഇതെല്ലാം യൗമാര് ഇങ്ങനെ ചതിക്കുമെന്നും അറിയാം. കാരണം യൗമാര് പറയുന്നത് കേട്ട് യൗമാരെ കാലിന്റെ കീഴിൽ കിടക്കുന്നവർക്ക് മാത്രമേ അവിടെ നല്ല ആ രാജ്യത്തല്ല ഏത് രാജ്യത്തും ഭരിക്കാനൊക്കെ. ഇന്ന് നമ്മളെ ഇന്ത്യ തന്നെ ഇറാനാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഒരുപാട് ബിസിനസ്സുകളും അതുപോലെ എണ്ണയായിരുന്നാലും
മറ്റുള്ള വ്യാപാര ബന്ധങ്ങളും അതുപോലെ തൊഴിലുകൾ, എത്രയോ ഇന്ത്യയിലുള്ള ആൾക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് അങ്ങനെയുള്ള വരുമാനങ്ങളും. ഈ അമേരിക്കയെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഉണ്ടാവുന്ന ഗുണം? അവന്റെ അവിടെ അഞ്ചാറ് വെടിയുണ്ടകൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അവിടെ ജോലിക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ഉണ്ടെങ്കിൽ ആ ജോലിക്ക് ചെന്നിരുന്നാൽ തന്നെ അവസാനം അവനൊക്കെ കാലും കയ്യിലുകളിലും മൊത്തം ബലങ്ങൾ നീപ്പിച്ചല്ലേ കയറ്റി വിടുന്നത്. അപ്പൊ അവിടെ അവന്റെ അടിമത്തമായിട്ട് സഹിക്കാൻ ഒക്കില്ലെന്ന് ഇന്ത്യയും അത് മനസ്സിലാക്കി. അതിന്റെ പേരിൽ ഇന്ത്യയും ഇറാനാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇറാൻ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പത്തി അവൻ ഒത്തുമെന്ന് പറഞ്ഞ് പത്തി വിളർത്തി വന്നപ്പോൾ അവന് നേരെ എതിർ നിന്ന് കയറി അടിച്ചു നോക്കാൻ പറഞ്ഞു. അടിക്കാൻ തന്നെ കാരണം വൈരാഗ്യങ്ങള് എന്തായിരുന്നാലും ഇറാൻ വെച്ചിരിക്കുകയാണ്. അത് ഇപ്പോഴങ്ങ് തീർത്തേനായിരുന്നു അവൻ തൊട്ടിരുന്നെങ്കിൽ. പിന്നെ ഈ വന്ന കപ്പലുകളൊന്നും തിരിച്ചു പോകത്തില്ല. എന്തായിരുന്നാലും ട്രംപ് വരണ്ട, എല്ലാവരെയും കളിക്കുന്ന കണക്ക് ഇറാനെ കയറി കളിക്കാമെന്ന് മോഹം മാത്രമായിരുന്നു. പെൻസിലിൽ കയറി പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയ കണക്ക് ഇറാനിലെ ആയത്തുള്ള ഖമേനിയെ പിടിച്ചോണ്ട് പോകാന്ന് വിചാരിച്ചു. നടക്കുന്ന കാര്യമില്ല, തൊടാൻ പോലും കഴിയില്ല ആ ഏരിയയിൽ അതുപോലെ ഇപ്പോ ആയിരുന്നാലും സൗദി ആയിരുന്നാലും അതുപോലെ ബഹ്റിനായിരുന്നാലും ഒമാനായിരുന്നാലും ശരിയല്ല. അതിപ്പോ അവരെ സ്ഥലങ്ങള് യാതൊരു കാരണവശാലും അമേരിക്കയ്ക്ക് അവിടെ നിന്നുകൊണ്ട് അടിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കി കൊടുക്കില്ല. അതിൽ നിന്നെല്ലാം അവർ ഒഴിവായി. ഇറാൻ ധൈര്യമായി നിന്നപ്പോൾ ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് അതിന് നിങ്ങൾ സ്ഥലം കൊടുത്ത് ഞങ്ങളെ അടിക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ ഞങ്ങൾ ശത്രുവായി കണ്ട് ആക്രമിക്കുമെന്ന് പറഞ്ഞു. എല്ലാം കൊണ്ടും ഭയന്നുപോയി. ഇപ്പോ അവരെല്ലാം ഞങ്ങളെ ഭൂമിയിൽ നിന്നും കൊണ്ട് അടിക്കാൻ ഒക്കില്ല എന്നപ്പം തുറന്നു പറഞ്ഞു. അപ്പൊ എല്ലാം കൊണ്ടും ട്രംപ് പതുങ്ങലിലായി. നീ തിരിച്ചു പോവുകയല്ല, നാണം കെട്ട് പിന്തിരിയാനേ പോകും. പിന്നെ വേറൊരു സംഗതി ഇതിന് ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിനെ ഇനി ബാക്കി വെച്ചിരിക്കില്ല. അവന്റെ അധോപതിയായി യഹൂമാര് വിചാരിക്കുന്നത് എന്താണ്, യഹൂദന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് അവനൊക്കെ മദ്യപിക്കുക, വ്യഭിചരിക്കുക, അവന്റെയൊക്കെ സുഖലോകങ്ങൾ ഈ ലോകത്താണ് നടക്കുന്നത്. അതാണ് യഹൂമാർക്കുള്ള ഈ യൂതന്മാരെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. ക്രിസ്ത്യനും അത് തന്നെയാണ്. ഇത് രണ്ടും ഒന്നില് വാർത്ത് വെച്ചിരിക്കുന്നതാണ്. നിരീശ്വരവാദികളെ കൂടുതലും ഇങ്ങനെ തെറ്റിലേക്ക് പറഞ്ഞു വിട്ടത് പോലും യഹൂമാര ചരിത്രങ്ങൾ തന്നെ. വസ്ത്രം ഉടുക്കാതെയും വ്യഭിചരിച്ചും അതുപോലെ മദ്യപിച്ചും അങ്ങനെയൊക്കെയുള്ള രീതിയാണ് ഈ യഹൂദന്മാർ. എന്നാൽ ഇറാനിലുള്ളവര് അങ്ങനെയല്ല, അവര് ഷഹീദാവാൻ വേണ്ടി കൊതിക്കുന്നു. അപ്പൊ രണ്ട് ഭാവമാണ്. ഷഹീദായി കഴിഞ്ഞാൽ അത് യുദ്ധം ചെയ്ത് പോരാടി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഷഹീദിന്റെ കൂലിയാണ്, ഷഹീദാണ്. അപ്പൊ അതിനു വേണ്ടി അവര് മരിക്കാൻ നിൽക്കുന്നവർ ജീവിക്കാൻ നിൽക്കുന്നവരാണ്. ആക്രമിച്ച് കൊല്ലുക എന്നുള്ള, അവനൊക്കെ കൊല്ലുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്കൊരു പരലോക ജീവിതമുണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ. അപ്പൊ അവര് പോരാടി മരിക്കാൻ നിൽക്കുന്നവരൊക്കെ യഹൂമാരെ കളി യാതൊരു കാരണവശാലും നടക്കില്ല. വിജയം ഒരിക്കലും ഇവരെ കൊണ്ടുപോകത്തുമില്ല. അതൊക്കെയാണ് ഇവര് നടക്കുന്നത്. അപ്പൊ ഇനി എന്തായിരുന്നാലും ഇറാനെ അടിക്കുമെന്ന് തോന്നുന്നില്ല. ചുരുട്ടിക്കൊണ്ട് പോകാനേ നോക്കുള്ളൂ. ഒരു പക്ഷേ അല്ലാതെ എങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അവന്മാര് പിന്തിരിയില്ല. ഏതെങ്കിലുമൊക്കെ ഇത് ഇപ്പം ഇറാനിലെ പ്രക്ഷോഭം തന്നെ നടത്തിയത് അത് യഹൂമാരെ കൈകളാണ്. യഹൂമാര് തന്നെയാണ് അവിടെ കയറി നിരപരാധികളായ കുറെ മൊത്തവും വെടിവെച്ചു വന്നത്. ആ ഉണ്ടകളിൽ നിന്നെല്ലാം യഹൂമാർക്കുള്ള തോക്കുകൾ മൊത്തവും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയോ കാലങ്ങൾ കൊണ്ട് ഈ ഇറാൻ ഇങ്ങനെ ഈ സാമ്പത്തിക മൂല്യം അനുഭവിക്കാനുള്ള ഇടയായതാണ് യഹൂമാര് ഉപരോധങ്ങൾ തീർക്കുന്നത്. നമ്മളെ ഇന്ത്യക്കും അതുപോലെ ചുക്കവും അതും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയില്ല. ഇവിടെയും ഉപരോധം ആക്കാൻ വേണ്ടിയുള്ള എല്ലാം ഇവന്റെ കാലിന്റെ കീഴിലായിരിക്കണം. അതാണ് ഈ അമേരിക്കയുടെ ചിന്തകൾ. അതല്ലാത്ത രാജ്യങ്ങളെല്ലാം തകർത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അട്ടിമറിയിൽ തകർക്കുന്നു. അതും കേട്ടില്ല എന്നുണ്ടെങ്കിൽ അനുഭവം തീർക്കുന്നു. മുമ്പ് നാഗസായിലൊക്കെ നടന്നതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ഈ നശിച്ച ദുഷ്ടന്മാരാണ് ഈ അമേരിക്ക എന്നുള്ളത്. അവനെ യാതൊരു കാരണവശാലും വിശ്വസിക്കാനും പാടില്ല. പക്ഷെ മറ്റുള്ളവരെല്ലാം വിചാരിച്ച കണക്കല്ല.
ഇറാൻ, അതായത് ആയത്തുള്ള ഖമേനിയ, അദ്ദേഹം നെഞ്ച് നിവർത്തിക്കൊണ്ട് തന്നെ നട്ടലുള്ള ആ വ്യക്തി എതിർത്ത് തന്നെ നിന്നു എന്ന് തൊട്ടു നോക്കാൻ പറഞ്ഞു. ആ വെല്ലുവിളിക്കാണ് ചെയ്തത്. നീ അടിക്കും എന്ന് പറഞ്ഞിട്ട് എന്താ അടിക്കാത്ത? ഒരു തീപ്പൊരിയെങ്കിലും വീണെഴുന്നേറ്റ് അവന്റെ സർവനാശങ്ങളും പിന്നെ ഇസ്രായേൽ അതോടുകൂടി അവന്റെ കഥ തീർത്തേനായിരുന്നു. എന്തായിരുന്നാലും ശരി തന്നെ. നമ്മളെയൊക്കെ സഹോദരങ്ങൾ കണ്ടമാനം പേർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ. ഈ അമേരിക്കയെ കൊണ്ടൊന്നും ആരും വിശ്വസിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കാരണം അവിടം കൊണ്ട് ഒരു രാജ്യത്തിനും നേട്ടം ഉണ്ടാവില്ല. അതേ സമയത്ത് ഗൾഫ് രാജ്യം എന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവനും ഗൾഫ് രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. അനേകം ആൾക്കാർ, എൻ്റെ സഹോദരങ്ങളും ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്, അയൽവാസികളും ഗൾഫുകളിൽ ജോലി ചെയ്യുന്നത്, ഇതര മതസ്ഥർ കംപ്ലീറ്റും ജോലി ചെയ്ത് അന്നത്തോടുള്ള കാര്യങ്ങൾ നടത്തുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടമാനം ജനങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഉണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ തകർച്ച, ഒരു രാജ്യത്തെ അടിച്ചു തകർത്താൽ, പ്രത്യേകിച്ചും ഇറാനെ കാണാൻ, അത് ആ രാജ്യത്ത് മുഴുവനും നശിക്കുന്നതാവും. അങ്ങനെ നശിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഇന്ത്യ രാജ്യത്തിന് മാത്രമല്ല, മൊത്ത ലോകത്തുള്ള എല്ലാ രാജ്യവും നശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.